ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അല്ലെ. ഈ തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം ചർച്ചയാവാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും ശക്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ പറയാതെ വയ്യ, സോഷ്യൽ മീഡിയ അതുപോലെ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ വലിയൊരു എം സ്വരാജ് തരംഗം അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് തൊട്ട് വലിയൊരു തരംഗം സോഷ്യൽ മീഡിയയിലും അതുപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കണ്ടന്റിന്റെ ഇടയിൽ ഞാനൊരു കമന്റ് കണ്ടു, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ BGM ഇട്ട് ചെയ്യുന്നതൊന്നുമല്ല രാഷ്ട്രീയം, നാട്ടിലെ ആളുകൾക്ക് പലതും ചെയ്തു കൊടുക്കുന്നതാണ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കാണുകയുണ്ടായി. സത്യത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇലക്ഷന് വിജയിക്കണം അല്ലെ. അപ്പൊ ഇലക്ഷന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആളുകളിലേക്ക് ഇതിനെത്തിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 2025 നമ്മൾ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതും അനൗൺസ്മെന്റ് ചെയ്യുന്നതും മാത്രമല്ല രാഷ്ട്രീയം, അല്ലെങ്കിൽ അത് മാത്രമല്ല പ്രചരണം. അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് നമുക്ക് സോഷ്യൽ മീഡിയ തരുന്ന ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. പല ആളുകളും സോഷ്യൽ മീഡിയയെ ഇപ്പോഴും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ സോഷ്യൽ മീഡിയയും മറ്റും ഉപയോഗപ്പെടുത്തി കൂടുതൽ പ്രചരിപ്പിക്കാനും അതിലൂടെ നിങ്ങളെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ്.